അക്സെപ്റ്റ് ചെയ്യുന്നില്ല. റെക്കോർഡിങ്ങിന് എല്ലാവരുടെയും പെർമിഷൻ വേണം. നേരത്തെ എനിക്ക് തോന്നുന്നു ആരും ഡിനൈ ചെയ്തു, അത് റെക്കോർഡിംഗ് വരാഞ്ഞ. പാർട്ടിസിപ്പൻസ് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിന്റെ പെർമിഷൻ വേണമായിരുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മെത്തേഡിന്റെ പേരെന്തായിരുന്നു? ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്ലാനിൽ നമുക്ക് 2 റൂംസ് ആണുള്ളത്. 2 റൂംസ് ഉണ്ട്. ഇൻ അഡീഷൻ നമുക്ക് 2 ഡോർ ഉണ്ട്, 2 വിൻഡോ ഉണ്ട്. ഡോറിന്റെ ഓപ്പണിംഗ് സൈസ് കൊടുത്തിട്ടുണ്ട് 1.2 into 2.1 മീറ്റർ. വിൻഡോയുടെ ഓപ്പണിംഗ് സൈസ്, വിൻഡോയുടെ സൈസ് 1 into 1.2 മീറ്റേഴ്സ്. ഇനി സെക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ അത് ഏറ്റവും ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസിൽ നമുക്കൊരു കോൺക്രീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്. തേർഡ് ഫൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എന്തോന്നു, ഗ്രൗണ്ട് ലെവൽ വന്നു. ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ നമുക്ക് പ്ലിന്ത് ലെവൽ, പിന്നെ നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ ബ്രിക്ക് വർക്ക്. ഇനി പ്ലിന്ത് ലെവലിനും സൂപ്പർ സ്ട്രക്ചറിനും ഇടയിൽ ഒരു ചെറിയ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗീവൻ പ്ലാനിൽ നമുക്ക് എന്താ ഉള്ളത്? 2 ലോങ് വോൾ ഉണ്ട്, 2 ഷോർട്ട് വോൾ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ലോങ് വോളിന്റെ ലെങ്തും ഷോർട്ട് വോളിന്റെ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലോങ് വോളിന്റെ ലെങ്ത് എങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഫുൾ ലെങ്ത് ആണ് ലോങ് വോളിന്റെ ലെങ്ത്. ഞാൻ നല്ല പറഞ്ഞായിരുന്നു, നമുക്ക് ഈ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റും 2 ആണ് ലോങ് വോൾ എന്നുള്ളത്, 3ഉം 4ഉം 5ഉം ഷോർട്ട് വോൾ ആണുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? ഈ ലോങ് വോളിന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസ് വേണം. എത്ര വരും ലോങ് വോളിന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? ലോങ് വോളിന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസ്. ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നതാണ് സെന്റർ ലൈൻ ഡിസ്റ്റൻസ്. ഈ എൻഡിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്, സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. 6.4 മീറ്റേഴ്സ്. ഇനി ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസോ? ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസ് 4.2 meters. സോ അത് അറിയാത്തവര് ഇവിടെ നോക്കിക്കേ. തന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വോൾ ഇസ് ഈക്വൽ ടു 0.1. 0.1 ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വോൾ തിക്നെസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് തന്റെ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് 0.1. പിന്നെന്താണ്? 3 meters. 0.1 + 3. പിന്നെ ഇവിടെ ഒരു തിക്നെസ് ഉണ്ട് 20. പ്ലസ് 0.2 + 3 + 0.1. അങ്ങനെയാണ് നമുക്ക് സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വോൾ 0.1 + 3 0.2 + 3 + 0.1 is equal to 6.4 meters. 2 ലോങ് വോൾ ആണ് ഉള്ളത്. ഇനി ഷോർട്ട് വോളിന്റെ ഹൈറ്റ് നോക്കിക്കേ. 4. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ഹാഫ്. അപ്പൊ 4 + 0.1 + 0.1 അതാണ് 4.2 meters. വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് വേണം? മെഷർമെന്റ് ഫോം വരയ്ക്കണം. മെഷർമെന്റ് ഫോം വരയ്ക്കാനായിട്ട് സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, നമ്പേഴ്സ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി ആൻഡ് റിമാർക്ക്. ഇനി ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ നമുക്ക് എന്ത് വേണം? ലോങ് വോളും വേണം, ഷോർട്ട് വോളും വേണം. അപ്പോൾ 2 നമ്പേഴ്സ് ആദ്യമേ തന്നെ എഴുതുക. 2 നമ്പർ ഓഫ് ലോങ് വോളും 3 നമ്പർ ഓഫ് ഷോർട്ട് വോളും. 2 ലോങ് വോൾ, 3 ഷോർട്ട് വോൾസ്. ഇനി അതിനകത്ത് എന്ത് വേണം? ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രെഡ്ത്തും ഹൈറ്റും നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയായിരിക്കും വരുന്നത്? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിലുള്ള ബ്രെഡ്ത്ത്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് അതേ ബ്രെഡ്ത്ത്. അപ്പോൾ 70 സെന്റിമീറ്റർ.
വോയിസ് ബ്രേക്ക് ആണ്. അപ്പൊ ഗ്രൗണ്ട് ലെവലിന് താഴെ വോയിസ് ബ്രേക്ക് ആവുന്നോ? ഇപ്പൊ ഓക്കെ. ഇപ്പോഴോ? കേൾക്കാം. ഓക്കെ. അപ്പോ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഹൈറ്റ് ആണ് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഹൈറ്റ്. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഏറ്റവും കൂടുതലുള്ള ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഏറ്റവും ബേസിലുള്ള ബ്രെഡ്ത്ത് ആണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ബ്രെഡ്ത്ത് 70 സെന്റിമീറ്റർ, ഹൈറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്ര വരും? 20 + 20 + 20 + 30 എത്ര വന്നു? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഹൈറ്റ് 90 സെന്റിമീറ്റർ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫൂട്ടിംഗ് ഏറ്റവും ബേസിലെ ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഏറ്റവും ബേസിൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റോ ലൈം കോൺക്രീറ്റിംഗ് ആയിരിക്കും കൊടുക്കുന്നത്, അതിന്റെ ബ്രെഡ്ത്ത് ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്. സോ അത് ആദ്യമേ നോട്ട് ചെയ്യുക. അപ്പൊ ബ്രെഡ്ത്ത് 0.7, ഹൈറ്റ് 0.9. അപ്പൊ ഷോർട്ട് വോളിന്റെ 0.7, 0.9. അപ്പോൾ ഇവിടെ രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ലോങ് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഷോർട്ട് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെയായിരുന്നു ലോങ് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലെങ്ത് ഓഫ് ലോങ് വോൾ ഇസ് ഈക്വൽ ടു സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് 1 ബ്രെഡ്ത്ത്. ഈ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എന്ന് പറയുമ്പോൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ മൈനസ് 1 ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് കിട്ടിയ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ എത്ര ആയിരുന്നു? ലോങ് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് എത്ര ആയിരുന്നു കിട്ടിയ? ഓർക്കുന്നുണ്ടോ? 6.4. 6.4 പ്ലസ് നമ്മുടെ ബ്രെഡ്ത്ത് എത്രയാ വരുന്നത്? ഏത് ബ്രെഡ്ത്ത് എടുക്കണ്ടേ? ഏറ്റവും നമ്മൾ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ബ്രെഡ്ത്ത് ആയിരിക്കണം എടുക്കേണ്ടത്. അതിന്റെ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 0.7. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? 6.4 പ്ലസ് 0.7. 6.4 പ്ലസ് 0.7, 7.1 meters. ഇനി നമുക്ക് ഷോർട്ട് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഷോർട്ട് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എത്ര കിട്ടിയേ? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ 4.2. അപ്പോ ഷോർട്ട് വോളിന്റെ കാൽക്കുലേറ്റ് എന്താ ചെയ്യണ്ടേ? മൈനസ് ബ്രെഡ്ത്ത് എടുക്കണ്ടേ. അപ്പൊ മൈനസ് നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 0.7. and that is equal to 4.2 minus 0.7 is equal to 3.5 meters. So our values നമുക്ക് കിട്ടി 3.5, 3.5ഉം 7.1ഉം. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ റിമാർക്ക് കോളത്തിൽ ഇത് എഴുതണം കേട്ടോ. ലോങ് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഷോർട്ട് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അത് റിമാർക്ക് കോളത്തിൽ മസ്റ്റ് ആയിട്ട് എഴുതണം. ഇനി നമുക്ക് എന്ത് വേണം? ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി കാൽക്കുലേഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? 2 into എത്ര നമ്പർ ഓഫ് ലോങ് വോൾ ഉണ്ട് അതുമായിട്ട് മൾട്ടിപ്പിൾ ആണ്. 2 into 7.1 into 0.7 into 0.9 is equal to 8.95 meter cube. ഈ ഷോർട്ട് വോളിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 into 3.5 into 0.7 into 0.9 അപ്പോൾ 6.62. ഈ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം. നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം, എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. സോ അതിനുശേഷം ടോട്ടൽ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യണം. ടോട്ടൽ ക്വാണ്ടിറ്റി ഇസ് ഈക്വൽ ടു 8.95 പ്ലസ് 6.62 ദാറ്റ് ഈസ് ഈക്വൽ ടു 15.57 മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണ്. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ
നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഡൗട്ട് ഇല്ല സാർ. കമന്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പറ്റാതെ വരും. സോ സെക്കൻഡ് പറയുന്നത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ഇവിടെ നമുക്ക് എന്ത് വേണം? 2 നമ്പർ ഓഫ് ലോങ് വോള്, 3 നമ്പർ ഓഫ് ഷോർട്ട് വോൾസ്. ഇനി ബ്രെഡ്ത്തും ഹൈറ്റും ചെക്ക് ചെയ്യണം. അപ്പോൾ ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അതാണ്ട് ഈ ഏറ്റവും ബേസിൽ കൊടുത്തിരിക്കുന്നതാണ് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിന്റെ ബ്രെഡ്ത്ത് നോക്കിയേ, ബ്രെഡ്ത്ത് 70 സെന്റിമീറ്റർ, ഹൈറ്റ് എത്രയാ? 20 സെന്റിമീറ്റർ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ ഹൈറ്റ് 20 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 70 ബ്രെഡ്ത്തും 20 ഹൈറ്റും. അപ്പോൾ അത് നോട്ട് ചെയ്യുക, ബ്രെഡ്ത്തും ഹൈറ്റും നോട്ട് ചെയ്യുക. ബ്രെഡ്ത്ത് 70 സെന്റിമീറ്റർ, ഹൈറ്റ് 20 സെന്റിമീറ്റർ. അപ്പോൾ അത് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഷോർട്ട് വോളിന്റെ ലോങ് വോളിന്റെ അടുത്തും ബ്രെഡ്ത്തും ഹൈറ്റും നോട്ട് ചെയ്തു. ഇനി എന്ത് വേണം? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് നമ്മൾ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ ലെങ്ത് ഓഫ് ലോങ് വോൾ ഇസ് ഈക്വൽ ടു സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് 1 ബ്രെഡ്ത്ത് ഓഫ് വോൾ. അപ്പോൾ നമുക്ക് സെന്റർ ലൈൻ ലെങ്ത് 6.4 ആണ്, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്ത് 0.7 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7.1 കിട്ടി. ഇനി സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോള് 4.2 ആണ്, -1 ബ്രെഡ്ത്ത് ആണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐറ്റത്തിന്റെ ബ്രെഡ്ത്ത് 0.7 ആണ്, അതുകൊണ്ട് 3.5. നേരത്തെ അതേ വാല്യൂ തന്നെ. സോ നമുക്ക് 7.1 3.5 കിട്ടി. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2 × 7.1 × 0.7 × 0.2 is equal to 1.99 meter cube. ഇത് 2 meter cube ഒന്നും എഴുതല്ല, 1.99 എന്നാ കിട്ടുന്നതെങ്കിൽ അങ്ങനെ തന്നെ എഴുതണം. ഇനി ഷോർട്ട് വോൾ എന്ന് പറയുമ്പോൾ 3 × 3.5 × 0.7 × 0.2 is equal to 1.47 meter cube. So total quantity 3.46 meter cube. ഇത് ക്ലിയർ ആണോ? നമുക്ക് അടുത്തതിലേക്ക് പോകാമോ? തേർഡ് ക്വസ്റ്റ്യനിലേക്ക്. ക്ലിയർ ആണ് സർ. തേർഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. അപ്പൊ നമുക്ക് ആ ഫിഗർ നോക്കാം. നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ്, പിന്നെ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ പ്ലിന്ത് ലെവൽ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, പിന്നെ പ്ലിന്ത് ലെവൽ. അപ്പൊ 4 ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് എന്ന് പറയുമ്പോൾ. അപ്പോൾ 4 ഐറ്റത്തിന്റെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ലോങ് വോളും ഷോർട്ട് വോളും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോങ് വോൾസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് ഷോർട്ട് വോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആദ്യം ഫസ്റ്റ് ഫൂട്ടിങ്. ഇപ്പൊ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും നോക്കാം. ഫസ്റ്റ് ഫൂട്ടിങ് ഇതാണ്ട് ഏറ്റവും ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ മുകളിൽ കാണുന്നതാണ് ഫസ്റ്റ് ഫൂട്ടിങ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 50യും ഹൈറ്റ് 20യും. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 40യും ഹൈറ്റ് 20യും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എനിക്ക് എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 50, ഹൈറ്റ് 20. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 40, ഹൈറ്റ് 20. തേർഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 30, ഹൈറ്റ് 30. പ്ലിന്ത് ലെവലിന്റെ ബ്രെഡ്ത്ത് 30, ഹൈറ്റ് 30. അപ്പം ഇത്രയും വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ലോങ് വോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് ഷോർട്ട് വോൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ലോങ് വോൾസിനകത്ത് ഫസ്റ്റ് ലോങ് വോൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലോങ് വോളിനകത്ത് ഫസ്റ്റ് ഫൂട്ടിങ്. അപ്പോൾ നമ്പർ ഓഫ് ലോങ് വോൾസ് നോട്ട് ചെയ്യുക. നമ്പർ ഓഫ് ലോങ് വോൾസ് 2 നമ്പർ ഓഫ് ലോങ് വോൾസ് ആണുള്ളത്. ബ്രെഡ്ത്ത് 0.5ഉം ഹൈറ്റ് 0.2ഉം. ഇനി നമുക്ക് എന്ത് വേണം? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയേ? 6.4 പ്ലസ് എന്ത് ചെയ്യുന്നു? പ്ലസ്
Therefore, 6.4 plus 0.5 is equal to 6.9. So, നമുക്ക് ലെങ്ത് എത്ര കിട്ടി? 6.9 കിട്ടി. അപ്പോൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ 2 into 6.9 into 0.5 into 0.2 into 0.2 is equal to 1.38 meter cube. ഇനി സെക്കൻഡ് ഫൂട്ടിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫൂട്ടിംഗ് എന്താണ്? ലോങ് ബോൾ ആയതുകൊണ്ട് 2 numbers. ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ സെക്ഷനകത്ത് നിന്ന് എഴുതി. ബ്രെഡ്ത്ത് 0.4, ഹൈറ്റ് 0.2. ഇനി ലെങ്ത് കാൽക്കുലേറ്റ് എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് ലോങ് ബോൾ 6.4 പ്ലസ് ബ്രെഡ്. നമ്മൾ കൺസിഡർ ചെയ്ത ഐറ്റത്തിന്റെ ബ്രെഡ് എത്രയാണ്? 0.4 ആണ്. 6.4 പ്ലസ് 0.4 6.8. ഇനി തേർഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും 0.3 ആയിരുന്നു. 0.3 0.3. ഇനി ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലെങ്ത് ഓഫ് ലോങ് ബോൾ 6.4 ആയിരുന്നു പ്ലസ് ബ്രെഡ്ത്ത് 0.3 is equal to 6.7. ഇനി പ്ലിന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്ലിന്തിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും 0.3 0.3 ആയിരുന്നു. ഇനി പ്ലിന്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6.4 പ്ലസ് 0.3 that is equal to 6.7 meters. അപ്പോൾ ഇത് കണക്ക് എന്ത് ചെയ്തു? ലോങ് വോളിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ക്ലിയർ ആണോ? ലോങ് വോൾസിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്? ഓക്കെ. ഇനി നിങ്ങൾ ഇതിന്റെ ഷോർട്ട് വോളിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ഷോർട്ട് വോൾസിന്റെ ക്വാണ്ടിറ്റി. ഷോർട്ട് വോൾസ് 3 നമ്പർ ഓഫ് ഷോർട്ട് വോൾസ് നമുക്കുള്ളത്. 3 നമ്പർ ഓഫ് ഷോർട്ട് വോൾസ് ആണുള്ളത്. അപ്പോൾ ഷോർട്ട് വോളിന്റെ ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ് ആൻഡ് പ്ലിന്ത് ഒന്ന് സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയുള്ളവരൊന്ന് സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഷോർട്ട് വോളിന്റെ ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ് ആൻഡ് പ്ലിന്ത്. ഫിഗർ എടുത്തു വെച്ചത്. മൂന്ന് നമ്പർ ഓഫ് ഷോർട്ട് വോൾസ് ആണ് ഉള്ളത്. ഈ നസീം ഇട്ടേക്കുന്ന ആൻസേഴ്സ് ആണ് എല്ലാവരും കിട്ടിയെന്ന് നോക്കിക്കേ. നസീം ആൻസേഴ്സ് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 2 ഡിജിറ്റ്സ് മതി. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് രണ്ട് വാല്യൂസ് മതി. ഇതാ കിട്ടുന്നത്. ബാക്കിയുള്ളവരോ? നസീമിന്റെ ആൻസേഴ്സ് അല്ലാതെ വേറെ ആൻസർ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കി പറഞ്ഞേ. സോ ബാക്കിയുള്ളവർ ആൻസേഴ്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. സോ ബ്രെഡ്ത്തും ഹൈറ്റും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലോങ് വോളിന്റെ അതേ വാല്യൂസ് തന്നെയാണ്. ഈ ലെങ്ത് കാൽക്കുലേറ്റിന് എന്ത് ചെയ്തു? ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് മൈനസ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ 4.2 മൈനസ് 0.5, ഇവിടെ 4.2 മൈനസ് 0.4, 4.2 മൈനസ് 0.3, 4.2 മൈനസ് 0.3. അപ്പോൾ നമ്പർ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്.
അടുത്ത ഐറ്റത്തിലേക്ക് പോകാമോ? ഓക്കെ, നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം അല്ലേ? 2.5 centimeter thick DPC. 2.5 centimeter ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വാല്യൂസ് മതി? അത് മീറ്റർ ക്യൂബിലാണോ മീറ്റർ സ്ക്വയറിലാണോ ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യണ്ട. തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണ്ട. സോ കണ്ടല്ലോ, ഡാം പ്രൂഫ് കോഴ്സ് നമുക്ക് ലോങ് വോള്, 2 ലോങ് വോള്, ഷോർട്ട് വോള്, 3 ഷോർട്ട് വോൾസ്. ഇനി ഡാം പ്രൂഫ് കോഴ്സിന് നമ്മൾ ഹൈറ്റ് ഇല്ല, അതായത് തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. പിന്നെ ഉള്ളതാണ് ബ്രെഡ്ത്ത്. അപ്പൊ ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്ത് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. ഫിഗറിൽ ഡാം പ്രൂഫ് കോഴ്സിന്റെ ഇതാണ്ടേ, ആ ഫിഗർ നോക്കിയേ കാണാം. ആ വോളിന്റെ തൊട്ട് താഴെ വോൾസിന്റെ അതേ ബ്രെഡ്ത്ത് ആണ് ഡാം പ്രൂഫ് കോഴ്സിന് കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. ചില കേസിലാണെങ്കിൽ, ചില പ്ലാനിലാണെങ്കിൽ പ്ലിന്ത് ലെവൽ ഫുൾ ആയിട്ടില്ല, ഇപ്പൊ ഡാം പ്രൂഫ് കോഴ്സ് വരച്ചേക്കുന്ന കാണാം ചില പ്ലാനില്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പം നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് വോൾസിന്റെ താഴെയായിട്ടായിരിക്കും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ചില കേസിൽ പ്ലാൻ നോക്കിയാൽ ഈ പ്ലിന്ത് ലെവൽ 30 സെന്റിമീറ്റർ ഫുൾ ആയിട്ടും കൊടുത്തേക്കുന്ന കാണാം. അപ്പോൾ നിങ്ങൾ പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് ആയിട്ട് ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഇവിടെ ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വോളിന്റെ അതേ ബ്രെഡ്ത്ത് ആണ്, പ്ലിന്തിന്റെ ബ്രെഡ്ത്തിലല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ ഡാം പ്രൂഫ് കോഴ്സ്. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വോളിന്റെ അതേ ബ്രെഡ്ത്ത് ആണ് 20 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റേഴ്സ് ഇൻടു മീറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ലോങ് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഷോർട്ട് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതെന്ത് ചെയ്താൽ മതി? ലോങ് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 6.4 പ്ലസ് 0.2 ആണ് ബ്രെഡ്ത്ത്. ഈ ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 4.2 മൈനസ് ബ്രെഡ്ത്ത് മൈനസ് 0.2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 6.4 into 0.2 is equal to 2.64 meter square. Short wall എന്ന് പറയുമ്പോൾ 3 into 4 into 0.2 is equal to 2.4 meter square. And total quantity എഴുതുക 5.04 meter square. ഇനി നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡോർ ഓപ്പണിങ്ങിന്റെ താഴെ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യില്ല. ഡാം പ്രൂഫ് കോഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വോളിലേക്ക് ഡാംനെസ് വരാതിരിക്കാനാണ്. അപ്പോൾ ഡോറിന്റെ ഓപ്പണിംഗിൽ എന്തില്ല? വോളില്ല. അതുകൊണ്ട് ഡോറിന്റെ ഓപ്പണിംഗ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം ഈ കിട്ടിയിരിക്കുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി. അപ്പോൾ അടുത്തത് ഡിഡക്ഷൻസ്. ഈ ഡിഡക്ഷൻ ചെയ്യണം, ഇത് വിട്ടു പോകരുത്. ഈ ഡിഡക്ഷൻസ് എക്സാമിന് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് കൺസിഡർ ചെയ്യരുത്. പിന്നെ ഡിഡക്ഷൻസ് എടുക്കണം. നമുക്ക് എത്ര നമ്പർ ഓഫ് ഡോർ ഉണ്ട്? 2 നമ്പർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോറിന്റെ ഡയമെൻഷൻ നോക്കാം. ഡോറിന്റെ ഡയമെൻഷൻ 1.2 into 2.1 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 1.2 ആണ് നമുക്ക് ലെങ്ത് ആയിട്ട് വരുന്നത്, 2.1 ആണ് ഹൈറ്റ്. നമുക്ക് ഹൈറ്റ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഡാം പ്രൂഫ് കോഴ്സ് എവിടെയേ ഉള്ളൂ? ബേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1.2 ആണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. 2.1 ഹൈറ്റ് ആണ് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട ഓപ്പണിങ്ങിനകത്ത് 1.2 മാത്രം എടുത്താൽ മതി. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം.
നിങ്ങൾക്കൊരു ഫിഗർ വരച്ച് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സർ. അപ്പോ ഈ ഗ്രീനിൽ വരച്ചിരിക്കുന്നതാണ് ഡോറ്, ഈ ബ്ലൂവിൽ ഞാൻ വരച്ചേക്കുന്നതാണ് ഡാം പ്രൂഫ് കോഴ്സ്. അപ്പോൾ ഈ ഡോറിന്റെ താഴെ നമുക്ക് എന്ത് വേണ്ട? ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യണ്ട. അതെ, ഇത്രയും പോർഷനിൽ നമുക്ക് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട. അപ്പൊ ഇതെന്ത് വേണം? നമ്മൾ ടോട്ടൽ ആ കാൽക്കുലേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഈ പോർഷൻ നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡയമെൻഷൻ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു? 1.2 ഇൻറ്റു 2.1. 1.2 എന്ന് വെച്ചാൽ ഇതാണ് 1.2, ഇത് 1.2, ഇതാണ് 2.1. അപ്പോൾ ഡിഡക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? ഈ ലെങ്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. 1.2 ഇൻറ്റു പിന്നെ എന്ത് വേണം? നമുക്ക് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ വോളിന്റെ തിക്നെസ് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കണം. സോ ഡിഡക്ഷൻസ് കാണാവോ? അതാണ്ടേ 2 നമ്പർ ഡോർ ഉണ്ട്, അതുകൊണ്ടാണ് 2 കൊടുത്തത്. നമുക്ക് ആ ഡോറിന്റെ ആ ബേസ് പോർഷൻ മാത്രം മതി, അതാണ് 1.2. ഇനി എന്താണ്? ഓപ്പണിംഗ് ആയതുകൊണ്ട് വോളിന്റെ അതേ ബ്രെഡ്ത്ത് എടുത്തു 0.2. 2 ഇൻറ്റു 1.2 ഇൻറ്റു 0.2 ഇസ് ഈക്വൽ ടു 0.48 മീറ്റർ സ്ക്വയർ. ഇവിടെ 2 കൊടുത്തിരിക്കുന്നത് 2 നമ്പർ ഓഫ് ഡോർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ വാല്യൂ എന്നത് ഡിഡക്റ്റ് ചെയ്യുക. -0.04 minus 0.48 is equal to 4.56 meters square. ഈ ഡിഡക്ഷൻ എടുത്തത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി സർ. അപ്പോൾ ഡോറിന്റെ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഡോറിന്റെ ഓപ്പണിംഗ് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര നമ്പർ ഡോർ ഉണ്ടോ ആ നമ്പർ ഡോർ എടുക്കുക. പിന്നെ ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ ഡോറിന്റെ ബ്രെഡ്ത്ത് അല്ല എടുക്കേണ്ടത്. ആ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ വോളിനകത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതുകൊണ്ട് വോളിന്റെ ബ്രെഡ്ത്ത് ആണ് എടുക്കേണ്ടത്. 0.2. ചില കേസിൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിനകത്ത് ഡോറിന്റെ ഡയമെൻഷൻ ഫുൾ ആയിട്ട് തരും. ലെങ്ത് ഓഫ് ഡോർ, ബ്രെഡ്ത്ത് ഓഫ് ഡോർ, ഹൈറ്റ് ഓഫ് ഡോർ എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഡിഡക്ട് ചെയ്യുമ്പോൾ ഡോറിന്റെ ബ്രെഡ്ത്ത് എടുത്ത് വെച്ച് ഡിഡക്ട് ചെയ്യരുത്. നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടത് വോളിന്റെ ബ്രെഡ്ത്ത് തന്നെ എടുത്ത് ഡിഡക്ട് ചെയ്യണം, പിന്നെ അതിന്റെ ബേസ് ലെങ്ത്. സോ അടുത്തത് 5th വൺ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബ്രിക്ക് വർക്കിന്റെ ബ്രെഡ്ത്ത് നമുക്കറിയായിരുന്നു 20 സെന്റിമീറ്റർ, അതാണ് 0.2. ഈ ബ്രിക്ക് വർക്കിന്റെ ഹൈറ്റ് പറയുന്നത് 3.3 മീറ്റേഴ്സ്. ഫിഗർ കാണിച്ചു തരാം. ഇതാണ്ടേ ബ്രിക്ക് വർക്കിന്റെ ഹൈറ്റ്, സൂപ്പർ സ്ട്രക്ചറിന്റെ ഹൈറ്റ് 3.3 മീറ്റേഴ്സ്, ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ബ്രെഡ്ത്തും ഹൈറ്റും കിട്ടി. ഇനി എന്ത് വേണം? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വോളും ലെങ്ത് ഓഫ് ഷോർട്ട് വോളും കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് പറഞ്ഞാൽ കിട്ടിയത് 6.4 ആയിരുന്നു. 6.4 പ്ലസ് നമ്മുടെ വോളിന്റെ ബ്രെഡ്ത്ത് 0.2. അപ്പോൾ 6.4 പ്ലസ് 0.2 ആണ് 6.6. എന്നിട്ട് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ഇൻറ്റു 6.6 ഇൻറ്റു 0.2 ഇൻറ്റു 3.3, that is equal to 8.71 meter cube. ഇനി ഷോർട്ട് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എന്ന് പറഞ്ഞാൽ 4.2, ബ്രെഡ്ത്ത്
0.1 20 centimeters ആണ്. 4.2 minus 0.2 is equal to 4 meters. ഇപ്പോൾ 3 ഷോർട്ട് വാൾസ് ഉണ്ട്, അതുകൊണ്ടാണ് 3 into 4 into 0.2 into 3.3 is equal to 7.92 meter cube. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് 2 ഡോറും ഉണ്ട്, 2 വിൻഡോസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഡോറിന്റെ ഓപ്പണിങ്ങും വിൻഡോയുടെ ഓപ്പണിങ്ങും ഡിഡക്ട് ചെയ്യണം. അതെ, 2 നമ്പർ ഓഫ് ഡോർ, 2 നമ്പർ ഓഫ് വിൻഡോസ്. ഇനി നമ്മൾ എടുക്കേണ്ട ബ്രെഡ്ത്ത് എന്തായിരിക്കും? നമ്മൾ എടുക്കേണ്ടത് വോളിന്റെ അതേ ബ്രെഡ്ത്ത് ആയിരിക്കും. അതുകൊണ്ടാണ് 0.2 0.1 കൊടുത്തിരിക്കുന്നത്. ഇനി ഡോറിന്റെ ഡയമെൻഷൻ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു 1.2 into 2.1. അപ്പോൾ 1.2 ലെങ്ത്, ഹൈറ്റ് 2.1. വിൻഡോയുടെ ഡയമെൻഷൻ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു 1 into 1.2 meters. അപ്പോൾ 1 ലെങ്ത്, 1.2 എന്ന് പറയുന്നത് ഹൈറ്റ്, 0.2 എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് വോളിന്റെ ബ്രെഡ്ത്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ ഡിഡക്റ്റ് വോളിന്റെ ഓപ്പണിങ്സിനകത്തും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് വോളിന്റെ ബ്രെഡ്ത്ത് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ 2 into 1 into 0.2 into 1.2 is equal to 0.48 meter cube. ഡോറിന്റെ വരുമ്പോൾ 2 into 1.2 into 0.2 into 2.1 is equal to 1.01 meter cube. എന്ത് ചെയ്യുക? ഈ ടോട്ടൽ കിട്ടിയ വാല്യൂ ലോങ് വോളിന്റെ 16.63 മൈനസ് 1.49 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും നെറ്റ് ക്വാണ്ടിറ്റി 15.14 മീറ്റർ ക്യൂബ്. നെറ്റ് ക്വാണ്ടിറ്റി 15.14 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ് വെച്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഡക്ഷൻസ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സൂപ്പർ സ്ട്രക്ചറിനകത്ത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ബ്രെഡ്ത്ത് എടുക്കുന്നത് വോളിന്റെ ബ്രെഡ്ത്ത് ആയിരിക്കണം എടുക്കേണ്ടത്. അതേ കണക്ക് തന്നെ ഡാം പ്രൂഫ് കോഴ്സിനകത്തും ബ്രെഡ്ത്ത് എടുക്കുന്നത് വോളിന്റെ ബ്രെഡ്ത്ത് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ ഇൻ കേസ് പ്രോബ്ലത്തിൽ നമുക്ക് പ്ലിന്ത് ലെവലിന്റെ ഫുള്ള് ബ്രെഡ്ത്ത് DPC ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ വളരെ റെയർ ആയിട്ട് അങ്ങനെ കൊടുത്ത് കണ്ടിട്ടുള്ളൂ. യൂഷ്വലി വോളിന്റെ അതേ ബ്രെഡ്ത്ത് തന്നെ ആയിരിക്കും ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്ത് ആയിട്ടും കൊടുക്കുന്നത്. വോളിന്റെ താഴെയാണ് DPC പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ബാക്കി ആർക്കെങ്കിലും? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് സെന്റർ ലൈൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ്. ഇനി അടുത്തതാണ് സെന്റർ ലൈൻ മെത്തേഡ്. നമ്മൾ നേരത്തെ ചെയ്ത 2 പ്രോബ്ലംസും സെന്റർ ലൈൻ മെത്തേഡിലും സോൾവ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് മെത്തേഡാണ് കുറച്ചും കൂടി എളുപ്പമെന്ന്. ഇപ്പൊ യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാമിന് സെന്റർ ലൈൻ മെത്തേഡിലോ ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡോ അങ്ങനെ മെത്തേഡ് സ്പെസിഫൈ ചെയ്യാറില്ല. പക്ഷെ 2 മെത്തേഡും പഠിക്കണം. ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത വരുന്ന എക്സാമിന് അങ്ങനെ ചോദിച്ചുകൂടാന്നില്ല. അതുകൊണ്ട് 2 മെത്തേഡും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡാണ് സെന്റർ ലൈൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ സെന്റർ ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ സെന്റർ ലൈൻ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത കണക്ക് ലോങ് വോളിന്റെ സെന്റർ ലൈൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക, ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെയല്ല, ടോട്ടൽ ആയിട്ടുള്ള സെന്റർ ലൈൻ അങ്ങ് എടുക്കുക. നമുക്ക് എത്ര നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് അങ്ങ് എടുക്കുക. അതാണ് ഫസ്റ്റ് പറയുന്ന സ്റ്റെപ്പ്. കാൽക്കുലേറ്റ് ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ദ വോൾ ഇൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടിപ്ലൈ ദ സെയിം ബൈ ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് റെസ്പെക്റ്റീവ് ഐറ്റം. അപ്പൊ ടോട്ടൽ സെന്റർ ലൈൻ എടുത്തിട്ട് എന്നിട്ട് നമ്മൾക്ക് ഏത് ഐറ്റം ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പം ചെയ്ത പ്രോബ്ലത്തിനകത്ത് എന്തുണ്ടായിരുന്നു? നമുക്ക് ഒരു പാർട്ടീഷൻ വാൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പാർട്ടീഷൻ വാൾ ഉള്ളപ്പോൾ നമുക്ക് 2 ജംഗ്ഷൻസ് അവിടെ വരുന്നുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം, അപ്പൊ ക്ലിയർ ആവും. ഈ ലോങ് വോളിനകത്ത്
നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ ആയിട്ട് വരുന്നുണ്ട്, പാർട്ടീഷൻ വാൾ. അപ്പോ എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ട് ജംഗ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ അത് വരച്ച് കാണിക്കാം, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സർ. ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ലോങ് ബോളും എത്ര നമ്പർ ഓഫ് ഷോർട്ട് ബോളും ഉണ്ട്? 2 എണ്ണം വെച്ച്. 2 ലോങ് ബോളും 2 ഷോർട്ട് ബോളും ഉണ്ട്. ഇനി ഞാൻ ഈ വലിയ ഹോളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഒരു പാർട്ടീഷൻ വോൾ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ എത്ര നമ്പർ ഓഫ് ലോങ് ബോളും എത്ര നമ്പർ ഓഫ് ഷോർട്ട് ബോളും ആയി? 2 ലോങ് ബോളും 3 ഷോർട്ട് ബോളും. 2 ലോങ് ബോളും 3 ഷോർട്ട് ബോളും ആയി. ഇനി ഞാൻ ഈ ക്രോസ് വരച്ച പോയിന്റ്സ് കണ്ടോ? ആ ക്രോസ് വരച്ച പോയിന്റ്സിൽ എത്ര വോൾട്സ് മീറ്റ് ചെയ്യുന്നുണ്ട്? എത്ര നമ്പർ ഓഫ് വോൾട്സ് മീറ്റ് ചെയ്യുന്നുണ്ട്? ഞാൻ ക്രോസ് വരച്ചേക്കുന്നില്ലേ, എത്ര നമ്പർ ഓഫ് വോൾട്സ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്? ഹലോ, 2 വോൾട്സ് ഉണ്ട്. ആ ക്രോസ് വരച്ചേക്കുന്നിടത്ത് എത്ര വോൾ ഉണ്ടെന്ന് നോക്കിക്കേ. 2. 2 ഉള്ളൂ. കാണിച്ചു തരാം. ഇതൊരു വോള്, ഇത് രണ്ടാമത്തെ വോള്, ഇത് മൂന്നാമത്തെ വോള്. മനസ്സിലായോ? ഈ ഒരു പോയിന്റില്, ഈ ഒരു ക്രോസില് നമുക്ക് ഇവിടുന്ന് വരുന്ന ഒരു വോള്, ഇവിടുന്ന് വരുന്ന രണ്ടാമത്തെ വോള്, ഇവിടുന്ന് വരുന്ന മൂന്നാമത്തെ വോള്. അപ്പോ 3 വോൾട്സ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇതൊരു ജംഗ്ഷൻ ആണ്. ഇവിടെ ഇത് ഫസ്റ്റ് റൂമാണ്. ഫസ്റ്റ് റൂമിന്റെ ഒരു ഫസ്റ്റ് എന്ന് കൊടുക്കണ്ട, എ എന്ന് പറഞ്ഞ റൂം, ഇത് ബി എന്ന് പറഞ്ഞ റൂം. എ എന്ന് പറഞ്ഞ റൂമിന്റെ വോള്, ബി എന്ന് പറഞ്ഞ റൂമിന്റെ വോള്, എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള പാർട്ടീഷൻ വോള്, ഇത് 3 വോളും കൂടി വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. 3 വോൾസ് എവിടെയെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് പറയുന്നതാണ് ജംഗ്ഷൻ. പറഞ്ഞ ക്ലിയർ ആണോ? മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി ഞാൻ വേറൊരു സാധനം കൂടി വരച്ച് കാണിച്ചുതരാം. അപ്പൊ ഇവിടെ ഇവിടെ എന്തുണ്ട്? ഇവിടെ 3 വോള് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും എന്താണ്? ജംഗ്ഷൻ ആണ്. കണ്ടോ? ഇവിടെ നമുക്ക് ഈ ഒരു വോള്, ഇത് രണ്ടാമത്തെ വോള്, മൂന്നാമത്തെ വോള്. അപ്പോ എന്ത് പറ്റി? 3 വോള് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതും ഒരു ജംഗ്ഷൻ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ പ്ലാനിൽ നമുക്ക് 2 നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ട്. 2 നമ്പർ ഓഫ് ജംഗ്ഷൻസ്. ഞാൻ വേറൊരെണ്ണം വരയ്ക്കാം. ഈ നമ്പർ ഓഫ് ജംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ തെറ്റിപ്പോയാൽ നമ്മുടെ പ്രോബ്ലം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിക്കോണം കറക്റ്റ് ആയിട്ട്. ഈ വരച്ചേക്കുന്നതിനകത്ത് ജംഗ്ഷൻസ് ഉണ്ടോ? ഈ വരച്ചേക്കുന്ന പ്ലാനില് ജംഗ്ഷൻസ് ഉണ്ടോ? സൈഡിൽ. യെസ് ഓർ നോ? യെസ്. ജംഗ്ഷൻസ് വരുന്ന എപ്പോഴാ? 3 വോള് മീറ്റ് ചെയ്യുമ്പോഴാണ് ജംഗ്ഷൻസ് വരുന്നത്. അപ്പോ ഇവിടെ എവിടെയെങ്കിലും 3 വോള് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പോ 3 വോള് മീറ്റ് ചെയ്യുകയാണെങ്കിലാണ് ജംഗ്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു സിംഗിൾ റൂമാണ്. സിംഗിൾ റൂമിനകത്ത് നോക്കിക്കേ, എവിടെയെങ്കിലും 3 വോള് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനകത്ത് ജംഗ്ഷൻസ് ഇല്ല. ഇനി ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഇതിനകത്ത് ജംഗ്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇതിലുണ്ട് സർ. എത്ര ജംഗ്ഷൻസ് ഉണ്ട്?
എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ട്? 2 ജംഗ്ഷൻ. 2 നമ്പർ ഓഫ് ജംഗ്ഷൻ. അപ്പോ ഇതൊരു ജംഗ്ഷൻ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? 1, 2 and 3 3 വോള് മീറ്റ് ചെയ്തു. ഇതും അടുത്ത ഒരു ജംഗ്ഷൻ ആണ്. എന്ത് ചെയ്തു? 1, 2 and 3 3 വോൾസ് മീറ്റ് ചെയ്തു. അപ്പോ നമ്പർ ഓഫ് ജംഗ്ഷൻസ് 2 ആണ്. ഇപ്പൊ ക്ലിയർ ആണോ നമ്പർ ഓഫ് ജംഗ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട്? 3 വോള് മീറ്റ് ചെയ്യുന്നത് ഒരു ജംഗ്ഷൻ ആയിട്ട് നമുക്ക്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഈ എന്ന് ഞാൻ വരച്ചിരിക്കുന്ന ജംഗ്ഷനിൽ എത്ര വോള് മീറ്റ് ചെയ്യുന്നുണ്ട്? 4 വോൾസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ 4 വോള് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ 2 ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇത് 2 ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോ ഇവിടെ എന്തേ ഉള്ളൂ? ഇവിടെ ഒരു വോളെ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു വോളെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗീവൺ പ്ലാനിലുള്ളത് 3 നമ്പർ ഓഫ് ജംഗ്ഷൻസ് ആണ്. ഈ പ്ലാനിൽ 3 ജംഗ്ഷൻസ് ഉണ്ട്. പറഞ്ഞ ക്ലിയർ ആണോ? 3 വോള് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി 4 വോള് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ 2 ജംഗ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഗിവൺ പ്ലാനിൽ ടോട്ടൽ 3 നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ട്. ഈ നമ്പർ ഓഫ് ജംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാർക്കുണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന്. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നിങ്ങൾ നോക്കത്തേ ഇല്ല പലരും. പിന്നെ സ്റ്റെപ്സിന് മാത്രം മാർക്ക് ഇട്ട് തരും. അപ്പോ ജംഗ്ഷൻസ് ആയിട്ട് പഠിക്കുക. 3 വോള് മീറ്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ ജംഗ്ഷൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ 3 വോള് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി 4 വോൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 2 ജംഗ്ഷൻ. അപ്പൊ അങ്ങനെ ചോദിക്കാം. സർ വോയിസ് കട്ടാവുന്നുണ്ട്. വോയിസ് കട്ടാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞൊക്കെ കേട്ടായിരുന്നോ? ഹലോ. ഇല്ല സർ, നേരത്തെ പറഞ്ഞതൊന്നും കേട്ടില്ല. കേട്ടില്ലയോ? ഓക്കെ, ഞാൻ ഒന്നും കൂടി എനിക്ക് വരച്ച് പറഞ്ഞുതരാം. ജംഗ്ഷൻസ്. ഓക്കെ. സോ ഇതൊരു സിംഗിൾ റൂമിന്റെ പ്ലാൻ ആണ്. ഇതിനകത്ത് ജംഗ്ഷൻസ് വല്ലതും ഉണ്ടോ? സോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ? ഈ തന്നിരിക്കുന്ന പ്ലാനിൽ ജംഗ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബിക്കോസ് അതിനകത്ത് ഒരു പോയിന്റിൽ പോലും 3 വോള് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ജംഗ്ഷൻസ് ഇല്ല. നസീം പറഞ്ഞോ. 2 വോള് ഫോം ചെയ്യുന്നിടത്ത് ജംഗ്ഷൻ ഫോം ചെയ്യില്ലേ? ഇല്ല. നമുക്ക് എന്തായാലും ഇതിനകത്താണെങ്കിൽ എന്തായാലും 2 വോള് മീറ്റ് ചെയ്യണമല്ലോ. ഇതൊന്നും ജംഗ്ഷൻസ് അല്ല. ഇതാണ്ടേ ഈ പോയിന്റ്സ് ഇതൊന്നും ജംഗ്ഷൻസ് അല്ല. 2 വോള് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ജംഗ്ഷൻ അല്ല. ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റ്സ് ഒന്നും ജംഗ്ഷൻ അല്ല. ഇനി ഇതിനെ ഞാനൊരു പാർട്ടീഷൻ വോളുമായിട്ട് ഡിവൈഡ് ചെയ്തു. പാർട്ടീഷൻ വോളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് വന്നു? ദാണ്ടേ ഈ ഒരു പോയിന്റിൽ 3 വോള് മീറ്റ് ചെയ്തു. അത് കണക്ക് തന്നെ ഈ ഒരു പോയിന്റിൽ വീണ്ടും 3 വോള് മീറ്റ് ചെയ്തു. അപ്പൊ 3 വോൾസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് ജംഗ്ഷൻ, ഇത് സെക്കൻഡ് ജംഗ്ഷൻ. 3 വോൾസ് മീറ്റ് ചെയ്യുകയാണെങ്കിലേ നമ്മൾ അതിനെ ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ബാക്കിയുള്ളവർക്ക്
മൂന്ന് വോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്താൽ അതിനെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. മൂന്ന് വോൾ മീറ്റ് ചെയ്താൽ അതാണ് ജംഗ്ഷൻ. അപ്പോ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞേ. ഈ വരച്ചിരിക്കുന്നതിനകത്ത് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ട്? 2. 2 നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ട്. ഞാൻ ഇനി ഇതിനകത്ത് ഒരു എക്സ്റ്റൻഷനും കൂടി വരച്ചു. അപ്പൊ 3 വോൾസ് വരുന്ന പോയിന്റ് നോക്കിയേ. ഇവിടെ 3 വോൾ മീറ്റ് ചെയ്യുന്നുണ്ട്. 1 2 3. ഇവിടെ 3 വോൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 അല്ല 4 വോൾസ് മീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ക്രോസ് ഇട്ട് റൗണ്ട് ചെയ്തേക്കുന്ന പോയിന്റ് കണ്ടില്ലേ? ഇവിടെ 4 വോൾസ് മീറ്റ് ചെയ്യുന്നുണ്ട്. 4 വോൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ 2 ജംഗ്ഷൻ ഉള്ളതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 4 വോൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 2 ജംഗ്ഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 3 വോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതൊരു ജംഗ്ഷൻ, ഇത് രണ്ടാമത്തെ ജംഗ്ഷൻ, ഇവിടെ 2 ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 നമ്പർ ഓഫ് ജംഗ്ഷൻസ്. അപ്പോ 4 വോൾട്സ് ഉള്ള പോയിന്റ് ആണെങ്കിൽ അവിടെ 2 ജംഗ്ഷൻസ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് ഈ വരച്ചിരിക്കുന്ന പ്ലാനിൽ നമ്പർ ഓഫ് ജംഗ്ഷൻസ് 4 ആയിട്ട് വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ബാക്കിയുള്ളവർ നസീം ഒക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെ നമ്പർ ഓഫ് ജംഗ്ഷൻസ് മാർക്ക് ചെയ്യുന്നതെന്ന്? അപ്പോൾ നമ്മുടെ സെൻട്രൽ ലൈൻ മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിനകത്ത് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 3 വോൾ മീറ്റ് ചെയ്യുന്നിടത്ത് ഒരു ജംഗ്ഷനും 4 വോൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ 2 ജംഗ്ഷനും ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യണം. So second step, സെക്കൻഡ് സ്റ്റെപ്പ് കാണാം എല്ലാവർക്കും? സാർ. For a building having cross or partition wall, the total center line length get reduced by half breadth of respective item for each junction. അപ്പോൾ ഇതൊന്നുമില്ല. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ജംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ കിട്ടിയ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് മൈനസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻറ്റു 1/2 ഇൻറ്റു ബ്രെഡ്. അപ്പൊ നമ്മൾ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ബ്രെഡ്ത്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ജംഗ്ഷൻസ് ഉള്ള ഒരു പ്ലാൻ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് മൈനസ് n ഇൻറ്റു 1/2 ഇൻറ്റു ബി. ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് മൈനസ് n ഇൻറ്റു 1/2 ഇൻറ്റു ബി, where n stands for number of junctions and b stands for breadth of item. നമ്മൾ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ബ്രെഡ്ത്ത് എടുക്കുക. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഇനി തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്, ഇപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനകത്ത് ഡിഫറെന്റ് വോൾ തിക്നെസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ 30 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ എക്സെട്ര അങ്ങനെ ഡിഫറെന്റ് വോൾസ് ഉണ്ടെങ്കിൽ അത് ഓരോന്നിന്റെയും സെപ്പറേറ്റ് ആയിട്ട് സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ബിൽഡിങ്ങിന്റെ സെന്റർ ലൈൻ ലെങ്ത് അല്ലാതെ 30 സെന്റിമീറ്റർ വോളിന്റെ ഒരു സെന്റർ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യണം, 20 സെന്റിമീറ്റർ വോളിന്റെ ഒരു സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സ്റ്റെപ്പ് 4 പറയുന്നത്, ഇപ്പോ നമുക്കൊരു ബിൽഡിങ്ങിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോ
കുറച്ച് പോർഷനിൽ നമ്മൾ 30 സെന്റിമീറ്റർ വോൾ ഇട്ട് കൺസ്ട്രക്ട് ചെയ്തു. ഈ പാർട്ടീഷൻ വോൾ നമ്മൾ 20 സെന്റിമീറ്റർ വോൾ ഇട്ട് കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വോളിന്റെ രണ്ട് സെൻട്രൽ ലൈൻ ലെങ്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ പറയുന്നത് എ ടൈപ്പ് വോൾ. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ എ ടൈപ്പ് വോളിന്റെ തിക്നെസ് 30 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇനി ബി ടൈപ്പ് വോളും ഉണ്ട്. ബി ടൈപ്പ് വോളിന്റെ ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ എ ടൈപ്പ് വോളും ബി ടൈപ്പ് വോളും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്യല്ലോ. ഇപ്പൊ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മുടെ പാർട്ടീഷൻ വോൾ അല്ലെങ്കിൽ ബാത്റൂമിന്റെ വോളിനൊക്കെ തിക്നെസ് കുറച്ചാ ചെയ്യുന്നത്, ബ്രെഡ്ത്ത് കുറച്ചിട്ടാ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ വോളുമായിട്ട് എന്ത് ചെയ്യും, ഈ ബാത്റൂംസിന്റെ വോള് മീറ്റ് ചെയ്യും. അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ രണ്ട് സെൻട്രൽ ലൈൻസ് എടുക്കണം. ഫസ്റ്റ് സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ എ ടൈപ്പ് വോളിന്റെ സെൻട്രൽ ലൈൻ, അതായത് 30 സെന്റിമീറ്റർ വോളിന്റെ സെൻട്രൽ ലൈൻ എടുക്കുക. ഇനി 20 സെന്റിമീറ്റർ അത് ബി ടൈപ്പ് വോളിന്റെ സെൻട്രൽ ലൈൻ ലെങ്ത് എടുക്കുക. എന്നിട്ട് ഡിഡക്ഷൻസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ല, n × 1/2 ആ ഡിഡക്ഷൻസ് എടുക്കേണ്ടത് ബി ടൈപ്പ് വോളിന്റെ ആയിരിക്കണം ഡിഡക്ഷൻസ് എടുക്കേണ്ടത്. അതാണ് ആ പറയുന്ന ഫോർത്ത് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ്സ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മളത് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. നമുക്ക് അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ 4 കേസും വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അപ്പൊ അത് ഓർത്ത് പേടിക്കണ്ട. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ മെത്തേഡിൽ വരുന്നത് നമ്മൾ ബിൽഡിങ്ങിന്റെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കഴിഞ്ഞ കേസിൽ നമ്മൾ ലോങ് വോളിന്റെ സെൻട്രൽ ലൈൻ എടുത്തു, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് വോളിന്റെ സെൻട്രൽ ലൈൻ എടുത്തു. ഇവിടെ അങ്ങനെയല്ല, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, എന്നിട്ട് അതിനകത്ത് ജംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ജംഗ്ഷനിന്റെ ലെങ്ത് നമ്മൾ റിഡ്യൂസ് ചെയ്യണം. ഒരു ഇക്വേഷൻ n × 1/2 b. ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. അപ്പോ ഇതാണ് പ്ലാൻ. നമ്മൾ കഴിഞ്ഞ മെത്തേഡ് ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിൽ ചെയ്ത അതേ പ്ലാൻ തന്നെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡിലും ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ, പ്രശ്നമില്ലല്ലോ. 12:30 അടുത്ത ക്ലാസ്. ഓക്കെ. സോ നിങ്ങൾ ഈ പ്ലാൻ നോക്കിയിട്ട് ഇതിന്റെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് എന്ന് പറഞ്ഞേ. ടോട്ടൽ സെൻട്രൽ ലൈൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെൻട്രൽ ലൈൻ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്. ഈ ഡോട്ടഡ് ലൈനിലാണ് സെൻട്രൽ ലൈൻ ലെങ്ത്. അപ്പൊ ആ ഡോട്ടഡ് ലൈനിന്റെ ലെങ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. സെൻട്രൽ ലൈൻ ലെങ്ത് അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ തന്നിരിക്കുന്ന പ്ലാനിൽ ജംഗ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ജംഗ്ഷനെ പറ്റി ബോധർ ചെയ്യണ്ട. ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത്. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. $18.6 ആണോ എല്ലാവരും കിട്ടുന്നത് നോക്കിക്കേ. 16.8 16.8. ബാക്കിയുള്ളവരുടെ ആൻസേഴ്സും കൂടെ ഒന്ന് പറഞ്ഞേ. ടൈപ്പ് ചെയ്തേക്കുന്ന 2 ആൻസറും മിസ്റ്റേക്ക് ആണ്. ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തേ. ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് 18.75 അല്ലല്ലോ. ശ്രുതി പ്രസാദ് 19.2. 19.2 ആണ് ആൻസർ. കാണിച്ചു തരാം. ഇതാണ്ടേ. സോ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് വോൾ നമുക്ക് എന്താണ്, ഈ മുകളിലത്തെയും താഴത്തെയും വോളിന്റെ ലെങ്ത് സെയിം ലെങ്ത് ആണ്. അപ്പൊ എന്ത് ചെയ്തു, 2 എന്ന് എഴുതി. 2 ഇനി എന്താണ്, ഇന്നർ ഡയമെൻഷൻ 5 മീറ്റർ ആണ്. ഇന്നർ ഡയമെൻഷൻ 5 മീറ്റേഴ്സ്. ഇനി സെൻട്രൽ ലൈൻ ലെങ്ത് ഇടാൻ എന്താണ്, ഈ വോൾ തിക്നെസ് 30 സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിന്റെ പകുതി 0.15. അതേ കണക്ക് തന്നെ
breadth 4 meters ആണ്, wall thickness 30 centimeter, അതിന്റെ ഹാഫ്, അതായത് 0.15 plus 4 plus 0.15 രണ്ട് number of walls, that is equal to 19.2 meters. Number of junctions ഇല്ല, number of junctions 0 ആണ്. 19.2 കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി സാർ. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? നമുക്ക് ഇതിനകത്ത് ജംഗ്ഷൻസ് ഒന്നുമില്ല. ജംഗ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് 1 മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ജംഗ്ഷൻസ് ഉണ്ടെങ്കിലാണ് സ്റ്റെപ്പ് 2ലേക്കും സ്റ്റെപ്പ് 3ലേക്കും ഒക്കെ പോകുന്നത്. നമുക്ക് ജംഗ്ഷൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കണക്ക് തന്നെ വോളിന്റെ തിക്നെസ് എല്ലായിടത്തും 30 സെന്റിമീറ്റേഴ്സും ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോൾ ഇല്ല, ഒരു ടൈപ്പ് വോൾ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ജംഗ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് സ്റ്റെപ്പ് 1 മാത്രം അപ്ലൈ ചെയ്താൽ മതി നമ്മുടെ പ്രോബ്ലത്തിൽ. So calculate the total center line length of wall in building. അപ്പൊ നമ്മൾ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്വാണ്ടിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ദ സെയിം ബൈ ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് റെസ്പെക്റ്റീവ് ഐറ്റം. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിന്റെയും ബ്രെഡ്ത്തും ഡെപ്തും ഈ കിട്ടിയിരിക്കുന്ന സെന്റർ ലൈൻ ലെങ്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നോക്കിക്കോ. അപ്പോ മെഷർമെന്റ് ഫോം വരച്ചു. മെഷർമെന്റ് ഫോമിനകത്ത് ഫസ്റ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ. ഇനി അതിന്റെ നമ്മൾ ലെങ്തിനകത്ത് ഫുള്ള് സെൻട്രൽ ലൈൻ ലെങ്ത് മാത്രം എഴുതിയാൽ മതി. കണ്ടോ, എല്ലായിടത്തും സെൻട്രൽ ലൈൻ ലെങ്ത് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇനി എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് അതാണ്ട് 90 സെന്റിമീറ്റർ. എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എടുക്കണ്ടേ? ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. 30 + 30 + 30 അതും 90 സെന്റിമീറ്റർ. അപ്പൊ ബ്രെഡ്ത്ത് 0.9, ഹൈറ്റ് 0.9. അപ്പോ 19.2 × 0.9 × 0.9 is equal to 15.55 meter cube. അപ്പോ സെന്റർ ലൈൻ ലെങ്ത് മൈനസ് സെന്റർ ലൈൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് നമ്മുടെ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നമ്മുടെ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഹൈറ്റ്. ക്ലിയർ ആണോ എർത്ത് വർക്ക് എക്സ്കവേഷൻ പറഞ്ഞത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ക്ലിയർ ആണോ? യെസ് സർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മെത്തേഡിലാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ലോങ് വോളിന്റെ എടുക്കണം, പിന്നെ ഷോർട്ട് വോളിന്റെ എടുക്കണം, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യണം. അത്രയും സ്റ്റെപ്പ് ഇവിടെ കുറഞ്ഞു കിട്ടി. നമുക്ക് എന്താണ് ഒരൊറ്റ സ്റ്റെപ്പിൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കഴിഞ്ഞ മെത്തേഡിനേക്കാളും സ്റ്റെപ്പ് കുറവാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തായിട്ട് നോക്കിയേ PCC ഇൻ ഫൗണ്ടേഷൻ. ഇപ്പൊ PCC ഇൻ ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്ത് 0.9, ഹൈറ്റ് 0.3. ഇതെന്താണ്? സെന്റർ ലൈൻ ലെങ്ത് ആണ്. അപ്പൊ 19.2 × 0.9 × 0.3 5.18. ഇനി അടുത്തത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ. നമ്മൾ സെന്റർ ലൈൻ ലെങ്ത് എല്ലാത്തിന്റെയും സെന്റർ ലൈൻ ലെങ്ത് അത് കണക്ക് തന്നെ എഴുതി. ഇനി എന്ത് ചെയ്തു? ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് ഫൂട്ടിങ്ങും ഹൈറ്റ് ഓഫ് ഫസ്റ്റ് ഫൂട്ടിങ്. അത് കണക്ക് തന്നെ സെക്കൻഡ് ഫൂട്ടിങ് എടുക്കുമ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, ഹൈറ്റ് ഓഫ് സെക്കൻഡ് ഫൂട്ടിങ്. പ്ലിന്ത് ലെവൽ എടുക്കുമ്പോൾ ഹൈറ്റ് ഓഫ് ബ്രെഡ്ത്ത് ഓഫ് പ്ലിന്ത്, ഹൈറ്റ് ഓഫ് പ്ലിന്ത്. എന്നിട്ട് എന്ത് ചെയ്തു? സെന്റർ ലൈൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.46. കഴിഞ്ഞ സ്റ്റെപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? അവിടെ നമ്മൾ ഷോർട്ട് വോളിന്റെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പിന്നെ ലോങ് വോളിന്റെ എടുത്തിട്ട് പിന്നെ ആഡ് ചെയ്യണമായിരുന്നു. അത്രയും സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട. നമുക്ക് ലോങ് വോളിന്റെ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എടുക്കുക ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഫൂട്ടിങ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഫൂട്ടിങ്. മനസ്സിലായോ? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് എടുത്തത്. ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എടുക്കുക, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഓഫ് ഫസ്റ്റ് ഫൂട്ടിങ്. ഈ സൂപ്പർ സ്ട്രക്ചർ എടുക്കുമ്പോൾ കണക്കാണ് ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എടുക്കുക ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ ആണ്, അതാണ് 0.3. ഹൈറ്റ് 3.5 is equal to 20.16 meter cube. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഫസ്റ്റ് കേസ് മാത്രം എടുത്താൽ മതി, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ബിക്കോസ് നമ്മുടെ പ്രോബ്ലത്തിൽ ജംഗ്ഷൻസ് ഇല്ല, വോളിന്റെ തിക്നെസ് എല്ലായിടത്തും സെയിം ആണ്. അപ്പൊ അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞത് ക്ലിയർ ആണോ? സെൻട്രൽ ലൈൻ മെത്തേഡിലെ ഫസ്റ്റ് പ്രോബ്ലം. അപ്പൊ ഏത് മെത്തേഡ് എളുപ്പമായിട്ട് ഫീൽ ചെയ്തേ? സെൻട്രൽ ലൈൻ മെത്തേഡ് ആണോ, ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ് ആണോ? സെൻട്രൽ ലൈൻ. സെൻട്രൽ. പക്ഷെ രണ്ട് മെത്തേഡും പഠിക്കണം, ബിക്കോസ് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിച്ചാൽ ചെയ്യേണ്ടി വരും. ആരും എക്സിറ്റ് ആവരുതേ, അറ്റൻഡൻസ് എടുക്കണം.
റോൾ നമ്പർ 8 ആബ്സെന്റ് ആണോ? Number 26. Number 42. (44). Number 60. So absent is number 8, number 26, number 42, number 44, number 60. പാർവതി ഇതിനകത്തുണ്ടോ? എന്തോ 42. കണ്ടു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്ത് ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്. അത് കണക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും നമ്പേഴ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കുക. ഓക്കെ. ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളവർക്ക് സ്റ്റേ ബാക്ക് ചെയ്ത് ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്.